പ്രിയമുള്ളവരെ, വചനജ്വാല 1379 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 10 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 10ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 140 1 മുതൽ 13 വരെ, സങ്കീർത്തനങ്ങൾ 141 1 മുതൽ 10 വരെ, ഈ 2 അധ്യായങ്ങൾ 140 141 അധ്യായങ്ങളാണ് ഇന്ന് നാം വായിക്കുക. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. 140 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങൾ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണി വെച്ചിരിക്കുന്നു. അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു. കർത്താവിൻ എന്നോട് പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവേ, ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അവന്റെ ദുരുപയോഗങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. നമ്മൾ 141 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി ശ്രവിക്കുന്നു. സായാഹ്ന പ്രാർത്ഥന. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരേണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടയണമേ. എൻ്റെ അധരകവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. എന്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് അവർ സൗമ്യമായിരുന്നുവെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നവരെ പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ തുറന്നു കിടക്കുന്നു, ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധനായി ഉപേക്ഷിക്കരുത്. അവർ എനിക്കൊരു കെണികളിൽ
ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ വലകളിൽ തന്നെ കുരുങ്ങട്ടെ, എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ ബാർദോയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സന്യാസികൾക്ക് ഒരു മാതൃകയായിരുന്ന ബാർദോ ബെനഡിക്റ്റൻ ആശ്രമത്തിലാണ് പഠനം നടത്തിയത്. സന്യാസ വസ്ത്രം അണിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ തപസ്സിനും പ്രായശ്ചിത്തത്തിനും വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു. 47-ാം വയസ്സിൽ അദ്ദേഹം ആബട്ടായി ചുമതലയേറ്റു. 50-ാം വയസ്സിൽ ആർപ്പ് ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെട്ടു. ദരിദ്രരോടും അഗതികളോടും അന്യാദൃശ്യ സ്നേഹമായിരുന്നു. തപസ്സും അജ്ഞാനികൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും 71-ാം വയസ്സുവരെ തുടർന്നു. വിശുദ്ധ ബാർദോ മെത്രാനെ അനുസ്മരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.